അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സമാധാനവും സന്തോഷമൊക്കെ ഉള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എനിക്ക് ഈ വിഷയം വളരെ പ്രധാനമാണ്. ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എനിക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ പറയണേ, എല്ലാവർക്കും ഇതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇന്ന് ഉണ്ടാകുന്ന ദുരവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചെറിയ സൂചനയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരിൽ നമ്മളെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെയാണ് നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ വളർത്തി ഇതുവരെ എത്തിച്ചത് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ മാത്രമല്ല ഞങ്ങളും, അതായത് നമ്മൾ മൊത്തം, നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലല്ലേ നമ്മൾ വളർത്തുന്നത്. അവർ നമ്മളോട് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനതകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ. അതിൻ്റെ 100 ഇരട്ടിയായിരിക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വിഷമാവസ്ഥ. അതായത് നമ്മളെ വളർത്തിയ കാലത്ത് അവർ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹിച്ചായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ മാതാവും പിതാവും നമ്മളെ വളർത്തിയ കഷ്ടപ്പാടുകളെക്കുറിച്ച്. അപ്പോൾ നമുക്കറിയാം മക്കളെ നമ്മൾ വളർത്തിയെടുക്കുന്നത് എപ്രകാരമാണോ അതിൽ ഇരട്ടി ആയിരിക്കും നമ്മളെ വളർത്തിയെടുക്കാൻ വേണ്ടി അവർ പെട്ട പാടും കഷ്ടപ്പാടുകളും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കി തരണേ തമ്പുരാനെ. മാതാപിതാക്കളോട് സ്നേഹവും കരുണയും കടപ്പാടുമുള്ള മക്കളാക്കി തരണേ തമ്പുരാനെ. നീ ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളും ഒരു കാലത്ത് നമ്മൾ മക്കളായിരുന്നു. നമ്മുടെ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട മക്കളായിരുന്നു നമ്മളും. അവരും നമുക്ക് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ഉറക്കത്തിലും ഊണിലും എല്ലാ സമയത്തും പ്രാർത്ഥന അവർക്ക് മക്കളെക്കുറിച്ച് മാത്രമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള മാതാപിതാക്കളോട് നമ്മൾ ഒരു കാരണവശാലും എന്ന് പറയാനൊരു അവസരം ഉണ്ടാക്കരുത്. അതുമാത്രമല്ല, ദൃഷ്ടി ചുളുക്കിക്കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കാൻ അല്ലാഹു നമുക്ക് അവസരം തരാതിരിക്കട്ടെ. ആമീൻ. അല്ലാഹുവേ, അവരോട് നമ്മൾ അവർ എന്ത് തെറ്റ് നമ്മളോട് ചെയ്താലും നമ്മൾ അവർക്ക് നീ പുറത്തു കൊടുക്കണം. കാരണം അവർ മാനസികമായും ശാരീരികമായും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. പടച്ചവനെ, അവർക്ക് നീ സമാധാനവും സന്തോഷവും നൽകണേ റബ്ബേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ തമ്പുരാനെ. അവർക്ക് നീ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കരുത്തും സന്തോഷവും സമാധാനവും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തി വലുതാക്കാൻ വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകൾക്കെല്ലാം അവർക്ക് നീ അതിനുള്ള പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ട് ഇടങ്ങേറ് ആവലാദികളൊന്നുമില്ലാതെ അവരെ നീ അല്ലാഹുവിലേക്ക് മടങ്ങാൻ നീ അവസരം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ അവരെ ദുരിതത്തിലാക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, അവർക്ക് നീ നല്ല ബുദ്ധിയും സമാധാനവും സന്തോഷവും കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും അവഗണിക്കരുത്. അവരോട് നിങ്ങൾ സ്നേഹത്തിൽ പെരുമാറുക. അവരോട് സ്നേഹത്തോടും സന്തോഷത്തോടെയും പെരുമാറുക. എപ്പോഴും അവരുടെ അടുത്തിരിക്കാൻ സമയമില്ലെങ്കിലും
സമയമുള്ളപ്പോഴെങ്കിലും നിങ്ങൾ അടുത്ത് പോയിരുന്ന് അവർക്ക് സന്തോഷമുള്ള വാക്കുകൾ പറയുക. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അവരോട് പറയുക. നമ്മൾ ഇനി വരാനുള്ളതും നമ്മുടെ മക്കളെക്കുറിച്ചും എല്ലാം അവരോട് പറയുക. എല്ലാത്തിലും അവരെയും നിങ്ങൾ ഉൾപ്പെടുത്തുക. എല്ലാം നമ്മുടെ സന്തോഷത്തിലും അവരെ നീ ഉൾപ്പെടുത്തുക. എല്ലാം നമ്മുടെ ആഹ്ലാദത്തിലും അവരെ നീ ഉൾപ്പെടുത്തുക. നമ്മൾ പോകുന്നിടത്തൊക്കെ പറ്റുമെങ്കിൽ അവരെയും കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം അവരും ഈ ലോകത്തുള്ളത് പലതും കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. പടച്ചവനെ, എന്തെല്ലാം കാഴ്ചകൾ അവർക്ക് കാണാനുണ്ടാവും. ചെറുപ്പത്തിൽ കണ്ട പല കാര്യങ്ങളും അവർ മറന്നുപോയിട്ടുണ്ടാവും. വീണ്ടും അവർക്ക് കാണാനും അത് കേൾക്കാനും ആസ്വദിക്കാനും അള്ളാഹു അവസരം നൽകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അറിയാതെ ചെയ്ത ദോഷങ്ങളെയും അറിഞ്ഞ് ചെയ്ത ദോഷങ്ങളെയും പുറത്ത് നീ മാപ്പാക്കി തരണേ തമ്പുരാനെ. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാവുക. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നീ മാതൃകയാവുക. അതാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മളാണ് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കിയെടുക്കേണ്ടത്. അവർക്ക് നല്ലത് വരുത്തേണ്ടതും നമ്മളാണ്. നന്മ വരുത്തേണ്ടതും നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മളാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം നമ്മളെ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുടുംബത്തോട് സ്നേഹവും നീതിയും പുലർത്താൻ അവർക്ക് നിങ്ങൾ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നിൻ്റെ സഹോദരി, നിൻ്റെ സഹോദരൻ, ഇതെല്ലാം നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. സന്തോഷമായി ജീവിക്കണം. എല്ലാവർക്കും നീയാണ് തുണ എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ വീട്ടിലുള്ള പെരുമാറ്റവും രീതികളും. അല്ലാതെ മാതാവും പിതാവും വേറെ വേറെ വഴക്കിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഉമ്മാനെയും വാപ്പാനെ അവഗണിച്ചും അവരെ മനസ്സിലാക്കാതെയും അവരെ കണ്ടാൽ പോലും നോക്കാതെയും അവർ വിളിച്ചാൽ വിളി കേൾക്കാതെയും എന്തിന് റബ്ബേ, എന്തോരം കുടുംബത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ, നീ ഞങ്ങളെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ ഇടങ്ങേറാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സംരക്ഷിക്കാനുള്ള കഴിവിനെ നീ തരണേ തമ്പുരാനെ. അവർക്ക് നീ സമാധാനം കൊടുക്കണേ റബ്ബേ. ഇടങ്ങേറുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നീ ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ. നീ ഞങ്ങളുടെ മക്കളെ കാക്കണേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തരണേ. ദുരിതങ്ങളെല്ലാം മാറ്റിത്തരണേ. ഇടങ്ങേറുകൾ മാറ്റി ഞങ്ങൾക്ക് സമാധാനം തരണേ. എല്ലാവരും അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക. അവരെ സന്തോഷത്തോടെ കൊണ്ടു നടക്കുക. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരെ അവഗണിക്കാതിരിക്കുക. അവരോട് സ്നേഹത്തോടെ പെരുമാറുക. നെറ്റി ചുളുക്കി അവരോട് സംസാരിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ അവർ ഉറങ്ങുന്ന നേരത്താണ് നിങ്ങൾ എത്തിച്ചേർന്നെങ്കിലും അവരുടെ തലയിലൊന്ന് തലോടുക. ഇതെല്ലാം മാത്രം മതി നമ്മുടെ ജീവിതം ധന്യമാകാൻ. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ട് സന്തോഷമായിരിക്കുക. എല്ലാവർക്കും സമാധാനവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ, ആമീൻ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.